എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ബഷീർ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? ഉത്തരം 1908 ജനുവരി 21. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം വയലാലി വീട്. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ്? ഉത്തരം MN കാരശ്ശേരി. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിൻ്റെ രചനാരീതി മാജിക്കലാണ്. ചെറിയ വാക്കുകളായാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം OV വിജയൻ. എൻ്റെ ഉപ്പുപ്പാക്കര ആനയുണ്ടാർന്ന് എന്ന നോവലിലെ യുവ നായിക കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കുഞ്ഞുപാത്തുമ്മ. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം. ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെക്കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് E. ആഷർ. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? ഉത്തരം പ്രഭ. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ MK സാനു. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം MA റഹ്മാൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്താണ്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത്? ഉത്തരം അനർഘനിമിഷം. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? ഉത്തരം കടുവക്കുഴി ഗ്രാമം.
ബഷീർ ഒരേയൊരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താ? ഉത്തരം കഥാബീജം. ഭാർഗവീ നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീലവെളിച്ചം. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാ? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത്? ഉത്തരം സോജ രാജകുമാരി. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1959. കൊച്ചു നീലാണ്ടൻ, പാർക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1968. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താ? ഉത്തരം പൂവമ്പഴം. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താ? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാ? ഉത്തരം ഒഴിഞ്ഞ വീട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ബഷീർ. ബഷീർ അന്തരിച്ച വർഷം? ഉത്തരം 1994 ജൂലൈ 5.